നമ്മുടെ റാണിപ്പൂച്ച വണ്ണം വെച്ച് വരുന്നുണ്ട്. അവൾക്ക് പൊണ്ണത്തടിയാണെന്നാ തോന്നുന്നത്. എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം. കൈസർ കുര നിർത്തുന്നില്ല. കൂട്ടിലായാലും പുറത്താണേലും കുരയോട് കുര തന്നെ. ഇനി വല്ല ക്യാൻസറോ മറ്റുമാണോ? സിന്ധു പശു കിടപ്പ് തന്നെയാണ്. ഉറക്കത്തോട് ഉറക്കം തന്നെ. കൂട്ടിലിട്ട കൊടുത്ത പുല്ലാണെങ്കിൽ ദാണ്ട് അവിടെ തന്നെ കിടക്കുന്നു. വെച്ചു കൊടുത്ത വെള്ളവും തൊട്ടിട്ടില്ല. അവളുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. വല്ല ഷുഗറോ മറ്റോ ഉണ്ടോ ആവോ? എനിക്ക് വട്ടാണെന്ന് പ്രേക്ഷകർ കരുതുന്നുണ്ടാവും അല്ലേ? എന്നാൽ നമ്മുടെ വീട്ടമ്മമാരും ഗൃഹനാഥന്മാരും ഭാവിയിൽ പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള ഉത്കണ്ഠകളുടെ സാമ്പിളുകളാണിത്. ക്യാൻസർ, പ്രമേഹം, പൊണ്ണത്തടി എന്നിവ ഇപ്പോൾ മനുഷ്യരുടെ മാത്രം പ്രശ്നങ്ങളല്ല. അവ മൃഗലോകത്തേക്ക് കൂടി പടരുകയാണ്. അതിനെക്കുറിച്ചാണ് ഈ ലക്കം ഡിസ്കവറി ലാബ്. സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക്. മനുഷ്യരിൽ മാത്രം കണ്ടിരുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾ മൃഗങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പൂച്ചകൾ, നായ്ക്കൾ, പശുക്കൾ തുടങ്ങിയ വളർത്തുമൃഗങ്ങൾ മുതൽ കടലാമ, തിമിംഗലം തുടങ്ങിയ സമുദ്രജീവികൾ വരെ ക്യാൻസർ, പ്രമേഹം, സന്ധിവാതം, പൊണ്ണത്തടി എന്നീ രോഗങ്ങളുടെ പിടിയിലേക്ക് വഴുതി വീഴുന്നതായാണ് ഗവേഷകർ പറയുന്നത്. ഏഥൻസിലെ കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനങ്ങളാണ് ഈ പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിച്ചത്. ജനിതകശാസ്ത്രം, മലിനീകരണം, പോഷകാഹാരക്കുറവ്, സമ്മർദ്ദം എന്നിങ്ങനെ മനുഷ്യരെ ബാധിക്കുന്ന അതേ രോഗങ്ങൾ മൃഗങ്ങളിലും സമുദ്രജീവികളിലും കണ്ടുവരുന്നതായി പഠനം വ്യക്തമാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, ആധുനിക ജീവിതശൈലികൾ എന്നിവ ഭൂമിയിലുടനീളം മനുഷ്യരുടെ എന്ന പോലെ മറ്റു ജീവജാലങ്ങളുടെയും ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും പലതരം രോഗങ്ങൾക്ക് കാരണമാവുന്നത് എങ്ങനെയെന്നും ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുന്നു. ലോകമെമ്പാടും വളർത്തുമൃഗങ്ങൾ, കന്നുകാലികൾ, കടൽ ജീവികൾ എന്നിവയുൾപ്പെടെ വിവിധ തരം മൃഗങ്ങളിൽ ക്യാൻസർ, പൊണ്ണത്തടി, പ്രമേഹം, ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ് തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാംക്രമികേതര രോഗങ്ങൾ ക്രോണിക് ഡിസീസ് അഥവാ വിട്ടുമാറാത്ത രോഗങ്ങൾ എന്ന നിലയിൽ മൃഗങ്ങളിൽ കൂടുതൽ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണത്രേ. എന്നിട്ടും പല ജീവിവർഗങ്ങളിലും അവ വർദ്ധിക്കുന്നതിന്റെ കാരണം വിശദീകരിക്കുന്ന വിശാലമായ ഗവേഷണങ്ങൾ ശാസ്ത്ര സമൂഹത്തിന് ഇപ്പോഴും വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൃഗങ്ങളുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന അതേ ഘടകങ്ങൾ പലപ്പോഴും മനുഷ്യരെയും ബാധിക്കുന്നതിനാൽ ഈ പ്രവണതകൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഏഥൻസ് കാർഷിക സർവകലാശാലയിലെ മൃഗശാസ്ത്രജ്ഞനായ അന്റോണിയോ മാത്തരഗ്ഗ നയിക്കുന്ന ഈ ഗവേഷണം തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള അപകട സാധ്യതകൾ വിലയിരുത്തുന്നു. മനുഷ്യരും മൃഗങ്ങളും വിട്ടുമാറാത്ത രോഗങ്ങളിൽ സമാനമായ വർധന അനുഭവിക്കുന്നതിനാൽ മൃഗങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമല്ല, പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പുതിയ പഠനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർദ്ധാരണം ചെയ്യേണ്ടതുണ്ട്. മൃഗങ്ങളിലെ സാംക്രമികമല്ലാത്ത രോഗങ്ങളെക്കുറിച്ചുള്ള നിലവിലുള്ള ഗവേഷണങ്ങൾ അവലോകനം ചെയ്ത ശേഷം മാതരഗംഗയുടെ പഠനം ഒന്നിലധികം ഘടകങ്ങളെ എടുത്തു കാണിക്കുന്നു. ചില ജനവിഭാഗങ്ങളിൽ ജനിതക മുൻകരുതൽ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. കാഴ്ചയ്ക്കും കൗതുകത്തിനുമായി വളർത്തിയ നായ്ക്കളും പൂച്ചകളും ഉൽപാദനക്ഷമതയ്ക്കായി വളർത്തുന്ന കന്നുകാലികളും പ്രമേഹം, മിട്രൽ വാൽവ് രോഗം തുടങ്ങിയ അവസ്ഥകളുടെ ഉയർന്ന നിരക്ക് കാണിക്കുന്നു. മോശം ഭക്ഷണക്രമം, പരിമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ, ദീർഘകാല സമ്മർദ്ദം എന്നിവയുൾപ്പെടെയുള്ള പാരിസ്ഥിതിക സ്വാധീനങ്ങൾ ഈ രോഗങ്ങൾ ജീവിവർഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമാവുന്നു. ഈ പാറ്റേണുകളുടെ ഉദാഹരണങ്ങൾ പല പരിതസ്ഥിതികളിലും കാണപ്പെടുന്നു. വളർത്തുപൂച്ചകളിലും നായ്ക്കളിലും പൊണ്ണത്തടി വ്യാപകമാണ്. സമീപകാല സർവേകൾ കണക്കാക്കുന്നത് 50 മുതൽ 60% അമിതഭാരമുള്ള വിഭാഗത്തിൽപ്പെടുന്നു എന്നാണ്. എന്നാൽ പൂച്ചകളുടെ പ്രമേഹത്തിന്റെ വാർഷിക വർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. കാർഷിക സാഹചര്യങ്ങളിൽ വളർത്തുന്ന പന്നികളിൽ ഏകദേശം 20% ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വികസിക്കുന്നു. കടൽ ജീവികളും സമാനമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ബെലുഗ തിമിംഗലങ്ങളിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ക്യാൻസറുകൾ കണ്ടെത്തിയതായി പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഫാമുകളിൽ വളർത്തുന്ന അറ്റ്ലാന്റിക് സാൽമൺ മത്സ്യങ്ങളിൽ കാർഡിയോമയോപ്പതി സിൻഡ്രോം അനുഭവപ്പെടുന്നു. പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബണുകൾ, പോളിക്ലോറിനേറ്റഡ് ബൈഫൈനൈലുകൾ പോലുള്ള വ്യാവസായിക രാസവസ്തുക്കൾ കൊണ്ട് മലിനമായ അഴിമുകളിൽ താമസിക്കുന്ന ജീവികൾക്ക് കരൾ ട്യൂമർ നിരക്ക് 15 മുതൽ 25% വരെ ഉയർന്നതായി കാണുന്നു. മനുഷ്യകരങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന പാരിസ്ഥിതിക പരിവർത്തനം ഈ ഭീഷണികളെ വർദ്ധിപ്പിക്കുന്നു. നഗരവൽക്കരണം, കാലാവസ്ഥാ വ്യതിയാനം, ഭൂമി പരിവർത്തനം, ജൈവവൈവിധ്യ നഷ്ടം എന്നിവ ദോഷകരമായ രോഗബാധയുടെ ആവൃത്തിയും കാഠിന്യവും വർദ്ധിപ്പിക്കുന്നു. സമുദ്രങ്ങളുടെ ചൂടും പവിഴപ്പുറ്റുകളുടെ ആവാസ വ്യവസ്ഥയുടെ തകർച്ചയും കടലാമകളിലും മത്സ്യങ്ങളിലും ഉയർന്ന ട്യൂമർ നിരക്കിന് കാരണമാണ്.
നഗരങ്ങളിൽ ഉയരുന്ന താപനിലയും മോശം വായു ഗുണനിലവാരവും സഹജീവികളിൽ പൊണ്ണത്തടി, പ്രമേഹം, രോഗപ്രതിരോധ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. അതേസമയം രാസവസ്തുക്കളുടെ ഒഴുക്കും വായു മലിനീകരണവും പക്ഷികളിലും സസ്തനികളിലും എൻഡോക്രൈൻ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു. പാരിസ്ഥിതിക മാറ്റങ്ങൾ രോഗങ്ങളുടെ ആവിർഭാവത്തെ ത്വരിതപ്പെടുത്തുമ്പോൾ നേരത്തെയുള്ള രോഗനിർണയ സംവിധാനങ്ങളുടെ അഭാവം മൃഗങ്ങളിൽ NCD അഥവാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് സാംക്രമിക സ്വഭാവമില്ലാത്തതും എന്നാൽ വിട്ടുമാറാത്തതുമായ രോഗങ്ങൾ കണ്ടെത്തുന്നതിൽ കൂടുതൽ കാലതാമസം വരുത്തുന്നു എന്ന് പഠനത്തിന് നേതൃത്വം നൽകുന്ന മാതൃക പറയുന്നു. ലോകാരോഗ്യ സംഘടന പോലുള്ള സംഘടനകൾ മനുഷ്യരിലെ NCD മരണനിരക്ക് സംബന്ധിച്ച് വിപുലമായ ഡാറ്റ നൽകുമ്പോൾ മൃഗങ്ങളെ സംബന്ധിച്ച് സമാനവും വിശദവുമായ സ്ഥിതിവിവര കണക്കുകൾ വിരളമാണ്. ഈ പ്രശ്നങ്ങൾ നന്നായി മനസ്സിലാക്കുന്നതിനും പരിഹരിക്കുന്നതിനും വെറ്ററിനറി ആരോഗ്യത്തിൽ കൂടുതൽ സമഗ്രമായ ഗവേഷണത്തിന്റെയും മെച്ചപ്പെട്ട നിരീക്ഷണത്തിന്റെയും സാധ്യതകൾ വികസിപ്പിക്കണം. വിവിധ ജന്തുക്കളിലെ സാംക്രമികേതര രോഗങ്ങളുടെ വ്യാപനം വിലയിരുത്തുകയും രോഗവികസനത്തിന് പ്രത്യേക അപകട സാധ്യത ഘടകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നതാണ് ഈ പഠനം. വളർത്തുമൃഗങ്ങൾ, കന്നുകാലികൾ, വന്യജീവികൾ എന്നിവയ്ക്കിടയിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളായി കാലാവസ്ഥാ വ്യതിയാനം, ആവാസ വ്യവസ്ഥയുടെ തകർച്ച, മലിനീകരണം, ഭക്ഷണ അസന്തുലിതാവസ്ഥ എന്നിവ വർദ്ധിക്കുന്നതായി ഗവേഷണഫലമായ കണ്ടെത്തലുകൾ എടുത്തു കാണിക്കുന്നു. നമ്മുടെ സുഖജീവിതത്തിനും ആനന്ദത്തിനുമായി നമ്മുടെ കരങ്ങൾ പ്രകൃതിയിൽ വരുത്തുന്ന നാശങ്ങൾ പ്രകൃതിയെ ഒട്ടാകെയും നമ്മെ തന്നെയും തിരിഞ്ഞുകൊത്തുന്നു എന്ന് ഇനിയെങ്കിലും കൺതുറന്ന് കാണുക. നന്ദി. മറ്റൊരു വിഷയവുമായി ഡിസ്കവറി ലാബ് അടുത്തയാഴ്ച.